ഹലോ ഫ്രണ്ട്സ്, എന്താ എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പോൾ കുറേ ആയി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇടാൻ പറ്റാതായത്. ഇതിപ്പോൾ ഒരു ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. ഈദൊക്കെ കഴിഞ്ഞിട്ടേക്കാരം കേട്ടോ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. നോമ്പ് ലാസ്റ്റൊക്കെ ആയി തുടങ്ങിയപ്പോൾ എനിക്കും മക്കൾക്കും ഒക്കെ വയ്യാതായി. എനിക്ക് യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വയ്യാതായിട്ടോ. അതാ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാനും ഷോർട്സ് എന്നും ഇടുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ ദിവസവും ഷോർട്സ് ഇടുന്നുണ്ട്. എല്ലാവരും വീഡിയോസും ഷോർട്സൊക്കെ പോയി കാണണം. ഫസ്റ്റ് ടൈമായി നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ പോണത് ബത്തേലുള്ള ധീര മാർക്കറ്റേക്കാണ്. ലുലുവിൻ്റെ ബത്തേൽ ലുലുവിൻ്റെ നേരെ ബാക്ക് സൈഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ധീര മാർക്കറ്റ് വരുന്നത്. നമ്മുടെ നാട്ടിൽ കോഴിക്കോട് മിഠായി തെരുവ് പോലെയൊക്കെയാണ് ധീര മാർക്കറ്റ് കേട്ടോ. ഷോപ്പിംഗ് മാളിലും സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ഫിക്സ്ഡ് പ്രൈസ് ആയിക്കാരം ഏതൊരു സാധനത്തിനായാലും. പക്ഷെ നമ്മൾ ധീര മാർക്കറ്റിൽ പോയാൽ എല്ലാ സാധനവും കിട്ടും കേട്ടോ. എല്ലാ സാധനവും ഉണ്ടാവും. ഡ്രസ്സ് ഐറ്റംസും ഫുഡ് വെയർ, ബാഗ്, കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും കിട്ടും ധീര മാർക്കറ്റിൽ. ഇപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇപ്പോൾ ബത്തേൽ ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് സൈഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ബത്തേന്നും ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. റിയാദിൽ സൗദിയിലുള്ളവരോട് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയും. എല്ലാവരും ഒഴിവ് സമയങ്ങളും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ബത്ത കേട്ടോ. പിന്നെ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ സഞ്ചാരത്തിൽ വരെ ഇടം പിടിച്ച സ്ഥലമാണ് കേട്ടോ ബത്ത. അപ്പോൾ നമ്മൾ ധീരയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. പെരുന്നാളായിട്ട് ഭയങ്കര തിരക്കാണ്. പെരുന്നാളല്ലെങ്കിലും ഇവിടെ ഭയങ്കര തിരക്കേക്കാരം കേട്ടോ. ഏത് സമയത്ത് എപ്പോൾ ചെന്നാലും നല്ല തിരക്കേക്കാരം. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള വേറെ റൂമത്തെ ബിൻസി അറിയണ ഓള് നാട്ടിൽ തിരുവനന്തപുരമാണ്. പിന്നെ ഒരാൾ സിനു പറഞ്ഞിട്ട് ഓള് മമ്പാടാണ്. ഓളിപ്പോൾ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒന്ന് ലീവിന് പോയി പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോൾ ഞങ്ങൾ പുറത്ത് പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോവൽ. വേറെ ഉണ്ട് കേട്ടോ, എൻ്റെ മുന്നത്തെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ടവർക്കറിയാം. വേറെയും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ മൂന്നാളുമാണ് പോകുന്നത് കേട്ടോ ബാൻ്റെ കൂടെ. പിന്നെ വീഡിയോ എടുക്കണതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി. പിന്നെ ഇവിടെ എല്ലാവർക്കും വീഡിയോ എടുക്കണമെന്നും പറ്റില്ല. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കണ സൗദിയിലുള്ളവർക്ക് അറിയാം. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും വന്നുകൊണ്ട് കൈമ പിടിക്കട്ടോ. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് ഇതിൽ അപ്ലോഡ് ചെയ്തേക്കാണ് കേട്ടോ. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റുകളിലുള്ള പ്രൊഡക്റ്റുകൾ, ഐറ്റംസുകൾ, കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ഫാൻസി ഐറ്റംസ്, ഡ്രസ്സുകൾ, ടോപ്പുകൾ, പർദ്ദകൾ, എന്തൊരു ഫുഡ് വെയർ ആയാലും ബാഗുകളായാലും എന്തൊരു സാധനമായാലും അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ധീരയെന്ന് കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെ കിട്ടും. എന്നാൽ നല്ല വില കൂടി നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല സാധനങ്ങളും ധീരയിലുണ്ട് കേട്ടോ. റിയാദിലുള്ളവരൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ധീര മാർക്കറ്റ്. പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലായാലും കുട്ടികൾക്ക് കളിച്ചാലുള്ള പാർക്കുകളും പിന്നെ ഫുഡ് ഐറ്റംസിനുള്ള കോഫി ഷോപ്പുകളും ബക്കാലകളും സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും ബോറടിക്കൊന്നുമില്ല. ഞങ്ങളായാലും എപ്പോഴും വരുന്ന ഒരു സ്ഥലമൊന്നുമല്ല, എന്നാലും ആവശ്യത്തിന് വരലും ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് വന്ന ഉടനെ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോരാനാവുമ്പോൾ തിരിച്ച് അങ്ങനെ നാട്ടിലേക്ക് പോരാനാവുമ്പോൾ പുറത്തേക്ക് എടുക്കാൻ അങ്ങനെയൊക്കെ വരും എന്നല്ലാതെ എപ്പോഴും വരലൊന്നുമില്ല. ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ടാണ് ഞാനും എൻ്റെ മിക്ക ടോപ്പുകളും ഈ ടോപ്പ് ഞാൻ എടുത്തതാണ് കേട്ടോ. മിക്ക ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ്. പെരുന്നാളിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുക്കലില്ല. പുറത്ത് പോകുമ്പോൾ ഇതേപോലെ ഓഫറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചത് ഡ്രസ്സൊക്കെ ഉണ്ടാവും ഇടാത്തത്. അപ്പോൾ അങ്ങനെ കാട്ടിലാണ്. ഞമ്മക്ക് പെരുന്നാൾ നാട്ടിൽ പോകുമ്പോഴാണ് സന്തോഷം കാര്യങ്ങളൊക്കെ. നാട്ടിൽ പോകുമ്പോഴാണ് നമ്മളെ പെരുന്നാൾ. അപ്പോൾ അതേപോലെ എല്ലാവർക്കും അടക്കി ഡ്രസ്സ് എടുക്കും കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. എനിക്കിപ്പോൾ ഇവിടുന്ന് ഒരു ടോപ്പ് കൊടുക്കണം. നിച്ചുട്ടനൊരു വെള്ള ഷർട്ട് വേണം. ഷർട്ടോ ടീഷർട്ടോ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ അതാണ് കേട്ടോ മെയിൻ ഉദ്ദേശം. സിനുവിനും ബിൻസിക്കൊക്കെ പിന്നെ ഒരു സിനു നാട്ടിൽ പോകാനായിക്കണം. അപ്പോൾ അവൾക്ക് 2-3 പർദ്ദ എടുക്കണം. ബിൻസിക്കും ഒരു 4-5 പർദ്ദ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സെറ്റായി പോകുന്നതാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളവിടെ തിരിച്ച് പോരുകയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് ലുലുവിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഇട്ടിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടൂല. അപ്പോൾ കുറച്ചങ്ങോട്ട് ഇരുന്ന് നടന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ധീരേന്ന് പർദ്ദയും കാര്യങ്ങളൊക്കെ എടുത്താൽ അവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. ഇനി എന്തെങ്കിലും അൾട്രേഷൻ വർക്കൊക്കെ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടുന്ന് തന്നെ അവർ ചെയ്ത് തരും കേട്ടോ. അങ്ങനത്തെ ഷോപ്പുകളും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട്. പറഞ്ഞില്ലേ, എല്ലാവരും ഒന്ന് റിയാദിലുള്ളവരൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മൾ ബത്തയിൽ ലുലുവിൻ്റെ നേരെ ബാക്ക് സൈഡായിട്ടാണ് കേട്ടോ വരുന്നത്. ധീര മാർക്കറ്റ് വരുന്നത്. ധീര പള്ളിയൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ റിയാദിലുള്ളവർക്കറിയാം. റിയാദിൽ തല വെട്ടണ പള്ളി എന്നാണ് കേട്ടോ ധീര പള്ളിക്ക് പറയുക. തല വെട്ടീനെ പള്ളി എന്നാണ് പറയുക. തല വെട്ടേണ്ട തെറ്റ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കിയതിനെ പള്ളിയാണ് കേട്ടോ ധീര പള്ളി. ഇപ്പം അവിടെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇപ്പം അവിടെ ഇല്ല, ആ പള്ളിയിലില്ല. കുറേ നടന്നു പോന്നപ്പോൾ ഇങ്ങനെ റോഡിൻ്റെ വക്കത്ത് ഇങ്ങനെ നമ്മളെ നാട്ടിൽ പുഴൻ്റെ വക്കത്തൊക്കെ ഉണ്ടാകണേ ഇങ്ങനെ ഒരു പുല്ലില്ലേ, അങ്ങനത്തെ കണ്ടു. നല്ല രസമായിട്ട് അത് കാണാൻ. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ലുലുവിൻ്റെ പാർക്കിങ്ങൊക്കെ നല്ല തിരക്കാണ്. എവിടെ നോക്കിയാലും തിരക്കാണ്. പെരുന്നാളിൻ്റെ തിരക്കാണ് കേട്ടോ. റോട്ടിലും നല്ല തിരക്ക്, എല്ലായിടത്തും തിരക്കാണ്.
തിരക്കായതുകൊണ്ട് തന്നെ നീച്ചുട്ടനും ഫിനിമോളും പിന്നെ ഐഷും ഒക്കെ കൈ പിടിച്ചാണ്ട് നല്ല അനുസരണയോടെ നടക്കണുണ്ട് കേട്ടോ. ഐഷു അറിയണത് സിനുവിൻ്റെ കുട്ടിയാണ്. ബിൻസിക്കൊരു ആൺകുട്ടിയുണ്ട്, ഓനെ കൊണ്ടുവന്നിട്ടില്ല. ഓനോൻ്റെ പിച്ചിൻ്റെ കൂടെ കടയിൽ പോയിക്കാണ്. ഓനെ കൊണ്ടുവന്നിട്ടില്ല. ലുലുവിൻ്റെ പാർക്കിങ്ങിലൊക്കെ എത്തിക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. പാർക്കിങ്ങിലെത്തി സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അസീസിയെ കൂടെയാണ് പോണത്. ഈ കാണുന്ന ഷോപ്പൊക്കെ നമ്മുടെ ഡേറ്റ്സിൻ്റെ കാരക്കൻ്റെ ഷോപ്പുകളാണ് കേട്ടോ. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അവിടെയും. ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ടുള്ള കച്ചവടങ്ങളൊക്കെ നടക്കണ ഹോൾസെയിൽ കടകളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഈ തല മുതൽ ആ തല വരെ ഡേറ്റ്സിൻ്റെ ഷോപ്പുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.